ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളൊരു ഡേ ആൻഡ് മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ജിദ്ദയിലെത്തിയാൽ ഒരിക്കലും ഒരു അടുക്കള വിശേഷം എന്ന് ഉച്ചക്കുള്ള മുതലുള്ള കാര്യങ്ങൾ കുറച്ച് ഇൻക്ലൂഡ് ആക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കാലിച്ചായൊക്കെ കുടിച്ചിങ്ങാണ്ട് പിന്നെ കാറ് കഴുകാൻ വേണ്ടി പോയി. അപ്പോൾ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയി. അത് അപ്പോൾ കഴുകുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ തിരിച്ച് പോകുന്നു. ഞാൻ എൻ്റെ പണിക്ക് നിന്നിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പുട്ടാണ്. തലേ ദിവസത്തെ ചിക്കൻ്റെ മസാല ഉണ്ട് കേട്ടോ. തലേ ദിവസം ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആങ്ങളിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ കബാലിയത്തിന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ മസാല ഉണ്ട്. അപ്പോൾ അതിൽ പുട്ടും അതും ആക്കാം. പിന്നെ പഴമുണ്ട് കുട്ടികൾക്ക്. പിന്നെ കുബൂസ് ഉണ്ട് കേട്ടോ. അപ്പം കുബൂസ് മോക്കും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞങ്ങളും ഇഷ്ടമാണ് ഓൽക്കൊക്കെ. അപ്പോൾ അതുണ്ട്. അപ്പം പിന്നെ കുറച്ച് പുട്ടും ചൂടാ കുബൂസും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചൂടാൻ വേണ്ടി നിന്നിട്ടോ ഞാൻ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഈ ചിരട്ടപ്പുട്ടിൻ്റെ പുട്ട് ചൂടുന്ന ചിരട്ടപ്പുട്ടിൻ്റെ കേട്ടോ. അതാവുമ്പോൾ പിന്നെ നമുക്ക് പെട്ടിയിലൊക്കെ വെക്കുമ്പോൾ മെനക്കെടില്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ കുക്കറിൽ വെച്ചാൽ മതി. കുക്കർ ഇവിടെ ഓൾറെഡി കാക്കൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന റൂമിലും ഒരു ചെറിയ കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ പുട്ടൊക്കെ ചൂടുന്നതിൻ്റെ ഇടയിൽ പിന്നെ മോള് അതിൻ്റെ ഇടയിൽ രാവിലെ നീറ്റ് ഓള് ചായയൊക്കെ ആക്കി കുടിച്ചിട്ട് ഓള് കുപ്പൂസ് ചൂടാക്കി ഇറച്ചിൻ്റെ മസാലയും കൂട്ടിയൊക്കെ കഴിച്ചാണ്ട് ഓൾ ഡിഗ്രി ഫൈനലാണ്. അപ്പോൾ അത് അസൈൻമെൻറ്റൊക്കെ എഴുതാണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രിയാണ് ഓൾ ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് വേണമല്ലോ അതിന്. അപ്പോൾ അതൊക്കെ എഴുതാണ്. പിന്നെ അപ്പോൾ അത് എഴുതാൻ നിന്ന് പിന്നെ കാക്ക തിരിച്ച് കാറൊക്കെ കഴുകി വന്നുകൊണ്ട് കാക്കൻ്റെ എക്സസൈസ് ചെയ്യാണ്. കാക്ക ഇവിടെ 3 മാസം ജിമ്മിനൊക്കെ പോയിന്, ഇപ്പം പോണില്ല. അപ്പോൾ നല്ല വയറൊക്കെ കുറഞ്ഞ് നല്ല ഫുഡൊക്കെ എല്ലാം കണ്ടോളപ്പോൾ നല്ല ഇതുണ്ടായിന്. ഇപ്പം വീണ്ടും ഫുഡൊക്കെ നമ്മൾ വന്നിട്ടും കുറേ ഫുഡൊക്കെ അങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട്. നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഫുഡ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല എന്നൊക്കെ അവന് പരാതിയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വന്നാൽ എൻ്റെ ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും കണക്കാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പം പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുബൂസും ഇറച്ചിൻ്റെ മസാലയും ഞാൻ പുട്ടാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് പിന്നെ കുബൂസിനോട് വലിയ താല്പര്യമില്ല, ഒന്നുമില്ലെങ്കിൽ കഴിക്കും. അങ്ങനെ ഞാനും കാക്കിയും ചാടിച്ചു. മോളും ആദ്യം ചാടിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞാൽ മക്കൾ എണീറ്റൊക്കെ വന്നത്. അപ്പോൾ മക്കൾ എണീക്കുന്നതിന് മുന്നേ ഓൾ കുറച്ച് എഴുതാൻ നിന്നതാണ്. അപ്പോഴേ എഴുതാൻ കഴിയുള്ളൂ. രാവിലെ ഫ്രീ ആയിട്ടൊന്നും എഴുതണമെങ്കിൽ രാവിലെ പറ്റുള്ളൂ. അപ്പോൾ എണീറ്റ് വന്ന് ഇന്നുമോൾക്കൊക്കെ ചായ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനെൻ്റെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഇന്ന് ഇതിൽ മതിട്ടോ ചോറ്. വലിയ ചെമ്പട്ടിയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം മരുവനില്ല, താത്തൻ്റെ മോനൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. കാക്കി ഞാനും മോളും കുട്ടികളും ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് ഇവിടെ കഴിക്കണുള്ളൂ. അപ്പം പിന്നെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കൾക്കും കൊടുക്കും. ഞങ്ങളതൊന്നും കഴിക്കലില്ല. ഒന്നൊക്കെ കുബൂസ് വാങ്ങും, അല്ലെങ്കിൽ പൊറാട്ട, അതല്ലെങ്കിൽ ഇതേമാതിരി സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. കാക്ക കൂടുതലും സലാഡാണ് കഴിക്കാറുള്ളത്. അപ്പം പിന്നെ അതെന്താ ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഇതിനാണ് ഞാൻ ചോറ് വെക്കുന്നത്. അങ്ങനെ ചോറുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അരി മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് അരി വേവുമ്പോഴത്തേന് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. രാവിലെ ചാടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. അതൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ മത്തിയാണ് മീൻ കിട്ടിയത്. അപ്പോൾ അത് മുളകിടണം, കുറച്ച് പൊരിക്കണം. ഉപ്പേരിയൊന്നും വെക്കണില്ല. പിന്നെ പപ്പടം പൊരിക്കാണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഉപ്പിലിട്ട് ഇരിഞ്ഞാപ്പുളി ഓർക്കാപ്പുളില്ലേ, അത് ഞാൻ ഉപ്പിലിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊറ്റക്കല്ല, അത് മതി എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ. പിന്നെ ചോറ് വേകുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ കഴുകട്ടെ എന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റൊക്കെ വിലപ്പെട്ടതാണ്, ലൈക്ക് വിലപ്പെട്ടതാണ്. അതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നാലേ എൻ്റെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പം വീഡിയോ റീച്ച് ആയാലാണല്ലോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് 1030 ആളുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ അതുവരെ സഹകരിച്ച എന്നോടൊപ്പം നിന്ന എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയും കൂടുതൽ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടാ അതിനിടയ്ക്ക് ഒക്കെ കഴുകി പിന്നെ ഒക്കെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾ എടുക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. പാത്രങ്ങൾ പരന്ന് കിടക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണല്ലോ. അപ്പം പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതൊക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടോ ഞാൻ.
എന്നിട്ട് വേണം ബാക്കി മീൻ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷേ എന്നാലും നമുക്ക് ഒന്നും കൂടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മീൻ പൊരിക്കാനുള്ളതൊക്കെ വരട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒമാൻ മത്തിയാണ് കേട്ടോ, ഉപ്പിട്ട മത്തിയാണ്, ഉപ്പ് ഇട്ട് വരുന്ന മത്തിയാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ മാഗ്നേറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറഞ്ഞ ഉപ്പിട്ട് ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര മുള്ളാണ്. എന്നാലും മത്തി മുളകിട്ടായാലും പൊരിച്ചതായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ട് ഇടങ്ങേറ് മീൻ മുള്ളൊക്കെ ഉണ്ടാകുമ്പോൾ. നമ്മൾ നാട്ടിലാന്ന് ഈ മത്തി ഉണ്ടല്ലോ, നല്ല സീസണിൽ നല്ല മത്തി, ആ മത്തിൻ്റെ ഒക്കെ വലിപ്പം അതേ ഇതൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ അതിനത്ര മുള്ളുണ്ടാവില്ല, ഇതിന് കുറച്ച് മുള്ള് കൂടുതലാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന സൈഡിൽ ഇതൊന്നും പോക്കൊന്നുമില്ല, അതൊക്കെ ഒന്ന് പോക്കി ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴുകുകയാണ് ഞാൻ, ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയൊക്കെ ചെയ്തതിന് ശേഷം മീൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ. പിന്നെ കുറച്ച് മുളകും പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തുകൊണ്ടാണ് മാഗ്നേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് ആ പാത്രത്തിൽ തന്നെ കേട്ടോ ഞാൻ പിന്നെ കറിക്കുള്ളത് കലക്കി വെക്കുക. പിന്നെ തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അത് കറിക്കുള്ളത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മോള് പിന്നെ വാഷ് ചെയ്യലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീന് അങ്ങനെ ബാത്റൂമിൽ സെമി ഓട്ടോമാറ്റിക്കാണ്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഇട്ടെടുത്താൽ മാറ്റി കൊടുക്കാനും വെള്ളം മാറ്റാനൊക്കെ നിൽക്കണം. അപ്പം അതിൻ്റെ ഇടയിലുള്ള അതും ചെയ്യുന്നുണ്ട്. മക്കളെ കച്ചറ, അതിൻ്റെ ഇടയിൽ കച്ചറ കളിക്കുന്ന മക്കൾ അതൊക്കെ തീർക്കുന്നുണ്ട്. മക്കളെ കുളിപ്പിക്കൽ അങ്ങനെ ഒരു നോള് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ അതന്നെ ഉണ്ടാവും. രാവിലെ ആയാൽ കുറച്ച് നേരം മക്കളെ വെയ്യാതെ നടക്കാൻ അവർക്ക് ചായ ഇത്. പിന്നെ ചെറിയ മോളെ രണ്ടാമത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മരുന്നൊക്കെ കൊടുക്കാണ്ട്. ഒക്കെ വരുമ്പം തന്നെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് മാറില്ല. ഇനിയിപ്പം ഇവിടെ ഇപ്പോൾ കാണിച്ചല്ല ബിർ ഹോസ്പിറ്റലിൽ കുട്ടികളെ ഡോക്ടറെ തന്നെ കാണിച്ചപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുറച്ചൊരു മാറ്റം തന്നെ ഉണ്ട്. ഇപ്പോൾ കഫം കുറുകലൊക്കെ കുറച്ച് കുറവുണ്ട്. നമുക്കൊരു പേടിയുണ്ടേനി ഇങ്ങനെ കഫം നിന്നാൽ എന്താ ന്യൂമോണിയ എന്തെങ്കിലും ആവോ, അങ്ങനെയൊക്കെ ഒരു ബേജാറേനി നമുക്ക്. അതുകൊണ്ട് ഇവിടെ കാണിച്ചപ്പോൾ എന്താ അൽഹംദുലില്ലാ ഒരു മാറ്റമുണ്ട്. നമ്മൾ നാട്ടിൽ ചേളാരി യാസർ ഡോക്ടറെ കാണിക്കുക, നല്ല ഡോക്ടർ തന്നെയാണ്. എന്താ അറിയില്ല, മക്കളുണ്ടാളും ഷാദിമോനെ തന്നെയൊക്കെ കാണിച്ചവർക്കൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ മോക്ക് എന്താ അറിയില്ല ഒരു ആക്കല്ലേനി. പക്ഷേ ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ സമാധാനമുണ്ട്. അവരൊരു ബേജാറുണ്ടേനി ഞങ്ങൾക്ക് വയ്യാൻ, മക്കൾക്ക് വയ്യാഞ്ഞാൽ നമ്മളെ നാട്ടിലും കൂടെ അല്ലാഞ്ഞാലൊരു പേടിയാണല്ലോ. അവിടെയൊക്കെ ഇപ്പോൾ ഡോക്ടറെ കാണിക്കുക വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൈസ അല്ലല്ലോ ആവുക, ആ ഒരു ബേജാറാണ്. അങ്ങനെ കറിയൊക്കെ വെന്തതിന് ശേഷം പിന്നെ മീനൊക്കെ ഞാൻ പൊരിച്ചൊക്കെ വെച്ചാൽ ഞാൻ പിന്നെ കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ മക്കളെ കൂടെ ഒക്കെ അവിടെ ഇരുന്നീന്, കാക്ക എത്തിയിട്ടില്ല. അപ്പം പിന്നെ മോളെ പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞ് അന്നായിരുന്നു കാക്ക എത്തിയില്ല. ഫുഡ് ഞങ്ങൾ എടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ പിന്നെ കാക്ക വന്ന്, അപ്പം പിന്നെ കാക്കി ഞങ്ങളെ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചൊക്കെ കിടന്നൊക്കെ നീറ്റിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ മക്കളെയും കൂട്ടി ഒന്ന് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ച് മരുവിൻ്റെ ശേഷം. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ഒരുക്കിയങ്ങാണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ലിഫ്റ്റിന് ഇറങ്ങാം, ലിഫ്റ്റിന് കച്ചറ, ലിഫ്റ്റ് നിൽക്കാനും ആവാനൊക്കെ ഒരു 3 ആൾക്കും വേണം ചെയ്യുക. അങ്ങനെ ഞാൻ നിൽക്കില്ല എന്നും പറഞ്ഞാൽ ഇന്നൂന് വരെ നിൽക്കണം. അപ്പം പപ്പ നമ്മളെ കൂടുതലായിട്ട് പപ്പടെ നോക്കിയിട്ട് മോള്. അപ്പോൾ ഈ സൈക്കിളൊക്കെ ആയിട്ട് പോയാൽ അവിടുന്ന് കളിക്കല്ലോ എന്ന് വെച്ചിട്ടാണ് അതൊക്കെ കൈ പിടിക്കുന്നത്. ഞങ്ങളവിടെ നിന്ന് നടന്ന് പോകാനുള്ളൊരു ദൂരമുള്ളൂ കേട്ടോ ഈ പാർക്കിലേക്ക്. ഇവിടെ പാർക്ക് ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് അതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഊഞ്ഞാൽ അങ്ങനെ ഇതൊന്നുമില്ല. എന്നാലും ഓടി കളിക്കുക, ബോൾ കളിക്കുക, സൈക്കിൾ ഓട്ടി കളിക്കുക, വെറുതെ ഇരിക്കുക, അങ്ങനെയൊക്കെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് നല്ല രസമാണ് അവിടെ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഇവരെ കച്ചറ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, അപ്പോൾ അത് തീർക്കേണ്ടി വരും. അങ്ങനെയാണ്. അങ്ങനെ ഇതാ പാർക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഷറഫിയയിലെ കല്ല് പാർക്ക് എന്നാണ് കേട്ടോ പാർക്കിന് പറയുന്നതാണ്.
M7 എന്താണ് ഇപ്പോൾ ഉണ്ടല്ലോ എക്സസൈസ് ചെയ്യല് രാവിലെ, അതൊക്കെ അവിടെ നടക്കലുണ്ട് കേട്ടോ. രാവിലെ 5:45 6 മണി ടൈമിൽ അതിൻ്റെ അതിന് മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് തോന്നുന്നു, അന്നൊക്കെ ഉണ്ടായിന്. അങ്ങനെ പിന്നെ അതാ എൻ്റെ അനിയൻ്റെ റൂമാണ് കേട്ടോ ഞാൻ ആ കാണിക്കുന്നത്. ആ വൈറ്റ് പെയിൻറ്റുള്ള ആ ചെറിയ ബിൽഡിങ്ങിലാണ് എൻ്റെ അനിയൻ്റെ റൂം. അപ്പോൾ ഞാൻ ഓനക്ക് വിളിച്ചു നോക്കി, മോൻ പണി കഴിഞ്ഞ് വന്ന് കയറുകയാണ്, അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഫോൺ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, അവിടെ ഡേഞ്ചർ നോ സ്വിമ്മിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ കുറച്ച് കൂടെ രാത്രി ആയാൽ ഒരു വെള്ളം ഇങ്ങനെ ഇതുപോലെ ആകണം, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കറണ്ടൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് എന്താണോ അറിയില്ല, ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ആഴൊന്നൊന്നുമില്ല, നല്ല ക്ലിയറായി കാണാം, കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ അതിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് മക്കളവിടെ കയറിങ്ങാണ്ട് ഇന്നും അസാനും കണ്ട കല്ലെടുത്തിടായിക്ക്, അങ്ങനെയൊന്നും കല്ലെടുത്താൻ പറ്റൂല, അതൊക്കെ കല്ല് വരും, വലിയ കല്ലെടുത്തിടുക. അപ്പോൾ ആ കാക്ക വരുന്നുണ്ട്, അപ്പോൾ കാക്ക അവരവിടെ നിന്ന് ഇറക്കാൻ പറഞ്ഞ് ചീത്ത പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് അവർക്ക് എന്തെങ്കിലും ഒരാൾക്കൊരു ബോളും കൂടെ വാങ്ങി കൊടുക്കുക, അല്ല ഞാൻ ഇവിടെ കച്ചറാവും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാക്ക നമുക്ക് ഇവിടെ ഒരു അടുത്ത അഞ്ചറിയാൻ്റെ കട ഉണ്ട്, അപ്പോൾ അതിൽ പോയിട്ട് ബോൾ വാങ്ങി കൊടുക്കുക. എന്നാൽ ഒരാൾ ബോളിട്ട് കച്ചവടം സൈക്കിൾ അത്ര ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവിടെ ഫാമിലീസൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മരുമിസ്കാരൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങുമ്പോൾ മലയാളി ഫാമിലീസൊക്കെ കൂടുതൽ വരും. അങ്ങനെ നമ്മൾ 5 റിയാലിൻ്റെ കടയിലേക്ക് പോയി. ഞാൻ കാറിൽ തന്നെ ഇരിക്കാൻ കേട്ടോ, ഞാൻ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. മക്കളും ഇക്കാക്കിയും മോളും കൂടെയാണ് പോയി ഞങ്ങൾ ബോൾ വാങ്ങാൻ വേണ്ടി പോയത്. പോയൊരു പിന്നെ ബോൾ മാത്രമല്ല ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ വേറെ മക്കൾ കയ്യിലാക്കും. അപ്പോൾ ഇന്നുമോൾക്ക് പിന്നെ എന്തൊക്കെ അവിടെ മേക്കപ്പ് സെറ്റിൻ്റെ ഒരു ഇതുപോലെ ചെറിയൊരു ഇതുണ്ടാകും കുട്ടികൾക്ക് കളിക്കണമേ, അതൊന്നുമല്ല ലിപ്സ്റ്റിക്കൊന്നുമില്ല, പക്ഷേ അതിൻ്റെ അതിലുള്ള മോഡൽ കണ്ണാടി, ഒരു ഫോൺ, ഒരു ചീർപ്പിന് ഓക്കെ അതൊക്കെ കണ്ടാൽ പിന്നെ അത് വേണം. ലിപ്സ്റ്റിക്ക് പറഞ്ഞാണ്ട് അതൊക്കെ വാങ്ങിച്ചിക്കണ്. പിന്നെ വീണ്ടും അതൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ പാർക്കിലെത്തി. വീണ്ടും മക്കൾ കുറേ കളിച്ച്, അപ്പോഴാണ് കൂടുതൽ കളിച്ചിട്ടോ, ബോൾ കളിച്ചിട്ടും പപ്പിയും അസാനും ബോൾ കളിച്ച്. ഇന്നുമോളും ഇഷ്ടമാണ് കളിക്കാൻ. പിന്നെ ഷാദിമോന് സൈക്കിളൊക്കെ നടന്ന്. അങ്ങനെ ഞങ്ങളവിടെ ഒരു സൈഡിൽ അവർ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഞാനും മോളൊക്കെ അവിടെ വരെ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോയൊക്കെ ഇരുന്ന്, പിന്നെ കാക്ക അതിൻ്റെ ഇടയിൽ ജ്യൂസും ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിന് കേട്ടോ. പിന്നെ ഈ 7 ഡേയ്സിൻ്റെ കേക്കും മക്കൾക്കൊക്കെ ഫ്രൂട്ടി അങ്ങനെ നമുക്കും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിനി. അതിൻ്റെ ഇടയിൽ ഞങ്ങളവിടെ ഇരുന്ന് അതൊക്കെ കുടിച്ച്. പിന്നെയും കുട്ടികൾ വീണ്ടും കളിക്കാനൊക്കെ നിന്നിട്ടോ. അവർക്ക് അവിടുന്ന് പോരാ ഇഷ്ടമല്ലേ, അവർക്ക് അങ്ങനെ സൈക്കിളോട്ട് ഓടി കളിക്കാനും റൂമിലിങ്ങനെ ഇരിക്കുകയല്ല, അപ്പോൾ റൂമിൻ്റെ ഉള്ളിലല്ല, അപ്പോൾ അവർക്കൊരു വിശാലമായി ഫ്രീ ആയിട്ട് ഓടി കളിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കളിക്കുമല്ലോ, റൂമൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 9:30 വരെയൊക്കെ നിന്ന്. പിന്നെ നിങ്ങാണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കാക്കനെ പെങ്ങൾക്കൊക്കെ അവിടെ നിന്ന് വിളിച്ച് ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങളത് കുറച്ചൊക്കെ കഴിഞ്ഞാൽ റൂമൊക്കെ പോയത്. അങ്ങനെ റൂമിലൊക്കെ എത്തിയാലേ പിന്നെ ഞങ്ങൾക്ക് ചോറ് കുറവാണെന്ന് പറഞ്ഞില്ല ഞാൻ ഉച്ചക്ക്. അപ്പം പിന്നെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് വേവിച്ച് അതിലേക്കുള്ള സലാഡിനുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, കിയാറ്, പിന്നെ ആപ്പിള്, ഒരു തക്കാളി, ഒരു കഷ്ണം ഉള്ളി, ഇതൊക്കെയാണ് കേട്ടോ അതിലേക്ക് ആഡാക്കണത്. കാക്ക തന്നെ അധികം കഴിക്കാറുള്ളത്. അപ്പോൾ നമുക്കും അത് കഴിക്കാം. മക്കൾക്ക് പിന്നെ നൂഡിൽസ് വാങ്ങി, ഒത്തിരി ചോറുണ്ടായിനി, നൂഡിൽസും വാങ്ങി, അതൊക്കെ ആക്കിയാണ്ട് ഓർക്ക് കൊടുത്ത്. പിന്നെ ഞങ്ങളിതും കഴിച്ചിട്ടോ. എന്നൊക്കെ കാക്ക ഇങ്ങനെ പറയും ഇതൊക്കെ കഴിച്ചോളൂ, ഇതൊക്കെ പ്രോട്ടീനുള്ള സാധനമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വൈത്തെല്ലാം ആർക്കും. ഞങ്ങളങ്ങനൊന്നും കഴിക്കൊന്നുമില്ല. കടല പുഴുങ്ങിയാണ്ട് അത് ടേസ്റ്റാണ് കേട്ടോ. ഉപ്പിട്ടുകാണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്തുങ്ങാണ്ട് ചെറുനാരങ്ങ കട്ട് ചെയ്തുങ്ങാണ്ട് അത് ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കുക. ആദ്യമൊക്കെ ഞാൻ കുരുമുളക് പൊടി ഇടും, ഇപ്പോൾ കാക്കാരനെ കുരുമുളക് പൊടി ഇടണ്ടെന്ന് പറഞ്ഞ് ഇപ്പം കുരുമുളക് പൊടി ഇടല്ലേ, ആദ്യം കുരുമുളക് പൊടി ഇടലുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ വേറെ മാങ്ങ, പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ, വലിയ പഴം ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ആപ്പിൾ മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സിൽ. പിന്നെ കിയാറ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചേരുമ്പോൾ കുറച്ച് തോനുണ്ടാവും. അപ്പോൾ കഴിച്ചാൽ നല്ലതാണിത്. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഷുഗറുള്ളതുകൊണ്ട് കാക്ക എപ്പോഴും അതാണ് പറയാം. പക്ഷേ ഞാൻ അങ്ങനെ അതിലേക്ക് അത്ര ഇത് കാട്ടില്ല, അതിന് കാക്ക ദേഷ്യം പിടിക്കും. ഷുഗർ കൂടി ഇതായ നല്ല എന്നോട് കിട്ടും എന്നൊക്കെ പറയും. പിന്നെ അതൊക്കെ കഴിച്ച് മക്കൾക്ക് അതിൻ്റെ ഇടയിൽ മോള് വേൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഓൽക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പിന്നെ മക്കളൊന്നും പകൽ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഒന്ന് വേഗം ഉറങ്ങുന്ന വേഗം പണിച്ചെന്ന് പകലത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു